പത്തനംതിട്ട അടൂർ തെങ്ങമത്ത് ചായക്കടയിൽ കൂട്ടയടി. RSS അനുഭാവികളായ 2 യുവാക്കളെയാണ് ബൈക്കുകളിലെത്തിയ സംഘം മർദ്ദിച്ചത്. തൊട്ടു മുൻപ് മറ്റൊരിടത്തുണ്ടായ തർക്കവും കയ്യാങ്കളിയുമാണ് ചായക്കടയിൽ തല്ലിത്തീർത്തത്. തെങ്ങമത്ത് ഇന്ധനപ്പമ്പിനോട് ചേർന്ന ഇടം 2 ആഴ്ച മുൻപ് പ്രവർത്തനമാരംഭിച്ച തട്ടുകടയാണ് കൂട്ടയടിക്ക് വേദിയായത്. കഴിഞ്ഞ രാത്രി 8:10 അക്രമം. പ്രദേശവാസികളായ അഭിരാജ്, വിഷ്ണു എന്നിവർക്കാണ് തല്ലു കൂടുതൽ കൊണ്ടത്. ഇരുവരുടെയും തലയ്ക്കടക്കം പരിക്കുകളുണ്ട്. അഭിരാജ്, വിഷ്ണു എന്നിവരും നൂറനാട് ഭാഗത്തു നിന്നുള്ള ചിലരുമായി വൈകുന്നേരം റോഡിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി. പിരിഞ്ഞുപോയവർ പിന്നീട് 3 ബൈക്കുകളിലായി കൂടുതൽ പേർക്കൊപ്പം വന്നു. തല്ലുറപ്പിച്ച അഭിരാജും വിഷ്ണുവും ചായക്കടയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. വന്നെത്തിയവർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. ഒരു 9-9:15 സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരു പറ്റം ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്കറിയത്തില്ല. നമ്മളിതിനു മുമ്പ് കണ്ടിട്ടില്ല അവരൊന്നും. അപ്പോൾ ഇവിടെ ഒത്തിരി ആൾക്കാർ ആഹാരം കഴിക്കുന്നു, ചായ കുടിക്കുന്നു. അപ്പോൾ അതിൽപ്പെട്ട ആൾക്കാരായിരുന്നു വിചാരിച്ചു. അപ്പോൾ ഈ പമ്പിൻ്റെ തൊട്ട് വടക്കേ പ്രധാനമായി ആ അടി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ 1-2 പേര് ഇതിനകത്തോട്ട് കയറി, ബാക്കി എല്ലാവരും കൂടെ അതിനകത്തോട്ട് കയറി. ഭയങ്കര പ്രശ്നമായിരുന്നു. ഭയങ്കര അടി. 10 ട്രേ മുട്ട, ഒരു പാട്ട എണ്ണ, മൈദ, ആട്ട, വാഴക്കുലകൾ എന്നിവ അടിക്കിടെ ചിതറിത്തെറിച്ചു. പ്ലാസ്റ്റിക് മേശയും കസേരയും ഒടിഞ്ഞു. വൈഫൈ മോഡം അക്രമികൾ വലിച്ചെറിഞ്ഞു. തട്ടുകടയിൽ 30,000 രൂപയുടെ നഷ്ടമാണുണ്ടായത്. തെങ്കാശി സ്വദേശിയാണ് കട നടത്തിപ്പ്. അക്രമത്തിൽ ഭയന്നുപോയ ഇയാൾ പോലീസിന് മൊഴി നൽകാൻ പോലും തയ്യാറായില്ല. ആശുപത്രിയിൽ ചികിത്സ തേടിയ അഭിരാജിനെയും വിഷ്ണുവിനെയുമാണ് ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പിന്നീട് ഇവരുടെ മൊഴിപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. ഡിവൈഎഫ്ഐ, CPM പ്രവർത്തകരായ 4 പേർക്കെതിരെയാണ് കേസ്. ഇരുവിഭാഗത്തിലും രാഷ്ട്രീയ പ്രവർത്തകരുണ്ടെങ്കിലും അക്രമത്തിന് അത്തരത്തിലുള്ള നിറമില്ലെന്ന് പോലീസ് വിശദീകരിച്ചു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.